ഹായ്, ഒരുപാട് ദിവസമായി എന്നെ കണ്ടിട്ടല്ലേ. ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വെയിറ്റ് കണ്ടാൽ അറിയാമല്ലോ, വെയിറ്റ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പം 3-4 തവണ വെയിറ്റ് ലോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് അതൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. വെയിറ്റ് നല്ല രീതിയിൽ പിന്നെയും കൂടിയിട്ടുണ്ട്. അപ്പം ഈ പ്രാവശ്യം ഫൈനലായിട്ട് എങ്ങനെയെങ്കിലും വെയിറ്റ് കുറഞ്ഞ വെയിറ്റ് ഗെയിൻ ചെയ്യാതെ നോക്കാനായിട്ട് 100% എന്നെ തന്നെ വിശ്വസിപ്പിച്ചിട്ടാണ് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ കൂടെ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ച കുറേ ആൾക്കാരുണ്ട്, കുറച്ച് പേര് ഞാൻ കാണുന്നുമുണ്ട്. അവർക്ക് നല്ല രീതിയിൽ വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എന്നോട് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വെയിറ്റ് കുറയ്ക്കാം. അപ്പോൾ എനിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറ്റ് സമയത്ത് ഞാൻ കഴിക്കുന്ന ഫുഡ് പ്രത്യേക ഫുഡാണ്. അപ്പോൾ റൈസ് കഴിക്കണം എന്ന് എനിക്ക് തോന്നുമ്പോഴത്തേക്കും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അത് എല്ലാം ഓരോ രീതിയിൽ ഒരു പ്രത്യേക മെത്തേഡുണ്ട് ഓരോന്നിനും. ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും വെജിറ്റബിൾസ് കുറച്ച് സ്റ്റീം ചെയ്തെടുത്തിട്ട് ഒരു ചെറിയ സ്പൂൺ ഗീയിൽ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കുക്ക് ചെയ്ത റൈസ് മിക്സ് ചെയ്ത് അങ്ങനെയാണ് കഴിക്കുന്നത്. അങ്ങനെ ഓരോ രീതിയുണ്ട്. ഞാൻ കഴിക്കുന്ന ഈ ഫുഡൊക്കെ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ വീഡിയോയിലൂടെ എടുത്ത് അപ്ലോഡ് ചെയ്യും. പിന്നെ ആഴ്ചയിൽ 1-2 തവണ ഞാൻ വീഡിയോ ചെയ്യും. കാര്യം ഇപ്പം ഞങ്ങൾ ഷോപ്പിൽ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ ഫ്ലിപ്കാർട്ട്, മീഷോ, ആമസോൺ എന്നൊക്കെ പറഞ്ഞ് ഓൺലൈനിലും ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ ക്രിസ്മസ് ഒക്കെ ടൈമിൽ നല്ല തിരക്ക് വരും. ഇതിനൊക്കെ പിന്നെ കറക്റ്റ് സമയത്ത് ഓർഡർ എടുത്ത് അതൊക്കെ സപ്ലൈ ചെയ്യണം. അതിലേക്ക് തിരക്ക് വരും. അപ്പോൾ ഞാൻ വീഡിയോ ആഴ്ച 2 തവണ ഇടും. പിന്നെ എൻ്റെ കഴിക്കുന്ന ഫുഡിൻ്റെ വീഡിയോ എനിക്ക് പറ്റുന്ന എപ്പോഴൊക്കെ എൻ്റെ ക്യാമറ ഉണ്ട്, എപ്പോഴൊക്കെ എനിക്ക് പറ്റുന്ന അപ്പോഴൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്കത് ഒരു യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെയിറ്റ് കുറയ്ക്കുന്ന പാടാണ്. കുറഞ്ഞ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിലും വലിയ പാടാണ്. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്, ഞാൻ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് എല്ലാം ഒഴിവാക്കും. ഡയറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ആ ഫുഡിൽ കാണുമ്പോൾ ഒരു ക്രേവിങ്സ്, അത് കഴിക്കണം, ഇത് കഴിക്കണം, അങ്ങനെ കഴിക്കണം, അങ്ങനെയുള്ള തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ചീറ്റ് മീൽ, ഒരു സൺഡേ ഒരു നേരം ചീറ്റ് മീൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലറി കഴിക്കത്തില്ല. എനിക്ക് ഇഷ്ടമുള്ള ആഹാരം, കപ്പപ്പുഴുക്ക് അങ്ങനെയുള്ള ആഹാരമൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ചിട്ടും നമ്മുടെ ഒരു ആഗ്രഹം നമ്മളങ്ങ് തീർക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ വലിച്ചു വാരി കഴിക്കത്തില്ല. പിന്നെ ഞാനിപ്പം പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന സമയത്തിന് ഫുഡ് കഴിക്കത്തില്ല. രാത്രിയാണ് കൂടുതൽ ഫുഡ് കഴിക്കുന്നതും. അപ്പോൾ രാത്രിയാണ് നമുക്കൊരു സമാധാനമായിട്ട് കഴിക്കാൻ പറ്റുന്നത്. പകൽ മുഴുവൻ നമ്മൾ ജോലി തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ കറക്റ്റായിട്ട് ഫുഡൊന്നും കഴിക്കത്തില്ല. ലേറ്റായിട്ട് കഴിക്കുമ്പോൾ കൂടുതൽ കഴിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെയിറ്റ് ഗെയിന് കാരണമായത്. അതെല്ലാം ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിച്ച് വെയിറ്റ് കുറയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ 4 മണിക്കാണ് എഴുന്നേറ്റത്. ഇന്ന് മുതൽ എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേറ്റാലേ എൻ്റെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പം എൻ്റെ ഫുഡ് ഞാൻ കുക്ക് ചെയ്താലേ ശരിയാകത്തുള്ളൂ. ഓയിൽ, ഉപ്പ്, തേങ്ങ ഇതെല്ലാം കുറച്ചിട്ടാണ് ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ എക്സസൈസ്, നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ എക്സസൈസിന് ഭയങ്കര വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഡെയിലി 1-1.5 മണിക്കൂർ എക്സസൈസ് ചെയ്യും. ഈ കാലിനൊരു ഇഞ്ചുറി വന്ന ശേഷം ഞാൻ ഈ കാർഡിയോ എക്സസൈസ് ഒരുപാട് സമയം ചെയ്ത് നിർത്തിയിട്ട് വെയിറ്റ് ട്രെയിനിങ്, ഡംബൽസ് യൂസുള്ള എക്സസൈസാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. വെയിറ്റ് കുറയുകയും ചെയ്യും, നല്ല ബോഡി നല്ല ഷേപ്പിന് വരികയും ചെയ്യും. അത് എക്സസൈസ് 1-1.5 മണിക്കൂർ എല്ലാ ദിവസവും ഉണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഒരു സൺഡേ ബിക്കോസ് റെസ്റ്റ് ഡേ ആയിരിക്കും. സൺഡേ വേറെ ഒരുപാട് ജോലിയുണ്ട്. കാലറി ബേൺ ചെയ്യാനായിട്ട് വേറെ ഒരുപാട് ജോലിയുണ്ട്. മുറ്റം ക്ലീൻ ചെയ്യുന്നത്, അത് ക്ലീനിങ്, അങ്ങനെ ഒരുപാട് ജോലിയുണ്ട്. അതുകൊണ്ട് സൺഡേ നല്ല രീതിയിൽ ഫുൾ ടൈം ജോലിയായിരിക്കും. അതുകൊണ്ട് എക്സസൈസ് ചെയ്തതിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആഴ്ചയിൽ 6 ദിവസം എക്സസൈസ് ചെയ്യുമ്പോൾ റെസ്റ്റ് ഡേ കൊടുക്കണം. അത് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് റിക്കവർ ചെയ്യാനും മസിൽസൊക്കെ റിക്കവർ ചെയ്യാനും ഒന്നും കൂടെ ഫ്രഷായിട്ട് വെയിറ്റ് കുറയാനും നമ്മളത് ഹെൽപ്പ് ചെയ്യും. ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ സ്ലീവ്ലെസ് ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് എക്സസൈസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് 199 രൂപയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇത് 125 റുപ്പീസിന് തരാൻ പറ്റും. അപ്പോൾ ഇത് വാങ്ങണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് കൂടെ വാങ്ങിക്കാം. വെബ്സൈറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇടാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനെ നല്ല കംഫർട്ടബിളാണ്. എൻ്റെ സൈസ് XL ആണ്. ഇത് ML XL 3 സൈസിൽ കിട്ടുന്നുണ്ട്. നിങ്ങളും അമിതവണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കണം. കാരണം പിന്നെ ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോൾ, ഈവൻ ക്യാൻസർ വരെ അമിതവണ്ണം കാരണമാണെന്നാണ് പറയുന്നത്. വെയിറ്റ് ഗെയിൻ ചെയ്ത ശേഷം എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്. മൈഗ്രെയിനൊക്കെ എക്സസൈസും ഡയറ്റ് ചെയ്യുമ്പോൾ വരത്തേ ഇല്ല. പക്ഷെ ഇപ്പം മൈഗ്രെയിൻ്റെ പ്രശ്നം ചിലപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനും എല്ലാം ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കണം. പിന്നെ നമ്മൾ കാണാനും നല്ല ലുക്കായിരിക്കും. വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, നമുക്കൊരു കോൺഫിഡൻസ് വരും. എന്തിനും ഏതിനും നമ്മൾ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡൊക്കെ വരും നമുക്ക് വെയിറ്റ് കുറഞ്ഞിരിക്കുമ്പോൾ. നല്ല പോസിറ്റീവ് എനർജി കിട്ടും വെയിറ്റ് കുറഞ്ഞിരിക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വെയിറ്റ് കുറയ്ക്കുക. നമ്മൾ എല്ലാവരും ഒരുമിച്ച് വെയിറ്റ് കുറയ്ക്കാം. ഈ പ്രാവശ്യം പഴയതുപോലെയല്ല. അപ്പം നേരത്തെ ഇങ്ങനെയല്ലേ കുറേ പേര് എപ്പോഴും പറയുന്നല്ലേ വെയിറ്റ് കുറയ്ക്കും എന്നിട്ട് വെയിറ്റ് കുറഞ്ഞില്ല. ഓക്കെ,
പഴയ പാസ്റ്റ് മിസ്റ്റേക്ക് നമ്മൾ എസൻസ് ആയിട്ട് എടുത്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. പഴയ മിസ്റ്റേക്സ് ഡയറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഫുഡെല്ലാം കുറച്ച് മാറ്റിയിട്ട് പ്രത്യേക ഫുഡ് വെച്ചിട്ടാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഡയറ്റ് കഴിഞ്ഞും വെയിറ്റ് കുറഞ്ഞ ശേഷം പിന്നെ സാധാരണ ഫുഡ് കഴിക്കും, തിരിച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യും. അത് ഒഴിവാക്കാനായിട്ട് കഴിക്കുന്ന ഫുഡ് തന്നെ ഉണ്ടാക്കുന്ന രീതിയിൽ എണ്ണ, തേങ്ങ, ഉപ്പ് എല്ലാം അളവ് കുറച്ചിട്ട് ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്രാവശ്യം ചെയ്യുന്നത്. അതിൻ്റെ എല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. വീഡിയോ എല്ലാം ഞാൻ ഇടും. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.